ഞങ്ങള് നടന്നു വരുന്ന വഴിക്ക് ഒരു കാറ്റടിക്കുന്ന സ്ഥലം കണ്ടു. അവിടെ ഉള്ള അണ്ണനോട് ചോദിച്ചു. നിങ്ങള് പേര് രവിചന്ദ്ര. ഹോസ്പേಟೆ ಮುಂದೆ ಪುಷ್ಟಿ. അപ്പൊ അണ്ണൻ ഞങ്ങക്ക് ഹോസ്പിറ്റൽ എന്ന സ്ഥലത്തോട്ട് ഇറങ്ങാനുള്ള അവിടുന്ന് പിന്നെ ഹബ്ബിലേക്ക് തിരിഞ്ഞു. അപ്പൊ അവിടെ ഞങ്ങൾ ഇറങ്ങണം. അപ്പൊ അണ്ണനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അണ്ണൻ കേറിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സമാധാനം. നേരത്തെ ഉണ്ടല്ലോ കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയുണ്ടായില്ല. കണ്ണട വെച്ചോണ്ട് വലിയ സീനുണ്ടായില്ല. കണ്ണ് തുറക്കാൻ വരുന്നുണ്ടായി. മറ്റേ വായൊക്കെ സംസാരിക്കുമ്പോ ഇവിടെയൊക്കെ എന്തോ പോലെ വേദനയായിരുന്നു. നടന്ന് കട്ടായി പോയി. ഇത് കേറി കഴിയുമ്പോ കാറ്റ് അടിക്കാത്ത പോലെ തോന്നുന്നു. പുറത്ത് കാറ്റില്ലാത്ത പോലെ. എന്താ അവസ്ഥയാ? തുറന്നിടാം ഇത് സാധനം. സിറ്റി സ്ഥലം കൊള്ളാം. നടക്കാനാണെങ്കിൽ കാറ്റൊഴിച്ച് ബാക്കിയെല്ലാം കൊള്ളാം. ഈ കന്നഡയിലെ ഞങ്ങളോട് സംസാരിച്ചേ. എനിക്ക് പിന്നെ കുറച്ച് കേട്ടാ മനസ്സിലാവും എന്നുള്ള രീതിക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാണിച്ച് മനസ്സിലായി. കുറച്ച് കേട്ടാ മനസ്സിലാവും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പുള്ളിയെ ചോദിച്ചാലൊക്കെ മറുപടി പറയാൻ പറ്റണ്ടേ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വണ്ടി കയറാൻ പറ്റി. എല്ലാ ഭാഷയിലുള്ള സിനിമകൾ കണ്ടോണ്ട് ഇങ്ങനെ ഗുണമുണ്ടായി. കന്നഡയിലുള്ള കുറെ സിനിമയൊക്കെ കാണാറുന്നു വന്നേക്ക് മുമ്പ്. ഹിന്ദി കുഴപ്പമില്ല. കന്നഡ പറയാനും ഒത്തു പറയാൻ പാടില്ല. കേട്ടാ പിന്നെ മനസ്സിലാവും. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ಬಿಜಾಪುರ. लास्ट फाइनल डेस्टिनेशन स्टार्टिंग 4 days started. ये कोटे ना बहुत अच्छी कोटे है. 7th सुक्त कलिंग कोटे. ये कर्नाटक से बड़ा को वो बहुत अच्छे है ना इधर. കർണാടകയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ വന്ന ഇതാണെന്നാ പുള്ളി പറയുന്നത്. वाणी विलास मेरा गांव से वाणी विलास सागरा इंडिया मैप लेना तो इंडिया मैप को डैम बहुत अच्छे डैम है. मेरा गाँव है ये. इधर से 43 किलोमीटर होता है मेरा गाँव. उधर 20 किलोमीटर हो गया. बहुत अच्छी डैम है. ഇന്ത്യ മാപ്പ് പോലെ ഇരിക്കും. ഇന്ത്യയുടെ മാപ്പ് പോലത്തെ ഡാമാണത്. വാണി വിലാസ സാഗര. ഇത് പുള്ളിയുടെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ മാപ്പ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ചിലപ്പോ അവിടെ പോവായിരിക്കും. കാണുന്നുണ്ടോ? സൂപ്പർ. ಪಣಿದ ಡ್ಯಾಮ್ ಮೈಸೂರು ಮಹಾರಾಜ ಇಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡಿರೋಂತ ಡ್ಯಾಮ್ ಅದು. ಬಹಳ ಚೆನ್ನಾಗಿದೆ ನೋಡ್ಲಿಕ್ಕೆಲ್ಲ. ಟೂರಿಸ್ಟ್ ಪ್ಲೇಸ್ ಎಲ್ಲ ಬಹಳ ಚೆನ್ನಾಗಿದೆ. ಬರೋರು ಹೋಗೋರೆಲ್ಲ ಚೆನ್ನಾಗಿ ನೋಡ್ತಾ ಇರ್ತಾರೆ. ನಿಮ್ಮ ಹೆಸರು? ನಿಮ್ಮ ಹೆಸರು? ಬಿನು ಶಬರಿ. ಶಬರಿ. मैं रविचंद्र. शबरी. ओके. चित्रदुर्ग ज्यादा? ये चित्रदुर्ग नहीं आता इधर स्ट्राइट. ही गोइंग टू चित्रदुर्ग? नहीं इधर. ओके. चित्रदुर्ग का रोड? चित्रदुर्ग स्ट्राइट. थैंक्स. ये रोड है ना. കൊച്ചിയിലേക്ക് പോകുന്ന ആളാണ്. वो गाड़ी में ये गाड़ी. ആ വണ്ടി ഇപ്പൊ തിരിച്ച് കൊച്ചിയിലേക്കാ പോകുന്നത്. ആള് ഞങ്ങളാളുടെ വണ്ടി കയറാൻ നേരത്ത് ആള് ഞങ്ങൾക്ക് ഒരു സ്ഥലം പറഞ്ഞു ചിത്രദുർഗ. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ ഫുൾ ആയിട്ട് മാറ്റി ഇപ്പൊ ആള് ഞങ്ങള് ചിത്രദുർഗയിലേക്കുള്ള പാക്കിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള പോക്കാണ്. ഒന്നും പ്ലാൻഡ് അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സംഭവമാണ് ഈ ഇത്. ഇവിടെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. കോട്ടയുണ്ട്. लैंग्वेज प्रॉब्लम है. ओनली करना था. नो प्रॉब्लम. हाय. ओके. हम जाते हैं. താങ്ക്സ് അണ്ണാ. ഞങ്ങളിനി ഇവിടുന്ന് ചിത്രദുർഗ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ടെന്നാ കാണിക്കുന്നത്. 8 അല്ലേ കാണിച്ച? 8 കിലോമീറ്റർ ഇവിടുന്ന് സ്ട്രെയിറ്റ് ചിത്രദുർഗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം കാണിച്ച ആ വീഡിയോയിൽ കുറച്ച് ടൗൺ പോലെ കാണിച്ചില്ലേ, അതാണ് ചിത്രദുർഗ എന്ന് പറയുന്നത്. അതൊരു വിശ്വാസത്തിന്റെ സ്ഥലം ആയതുകൊണ്ടായിരിക്കണം അതൊരു ടൗൺഷിപ്പ് പോലെ ആയത്. കാരണം അവിടെ ഒരു അമ്പലവും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടുമാണ് ഇപ്പൊ
നിലവിൽ ഇത് ഈ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചത് ഡാം 40 കിലോമീറ്റർ പോകണം അവിടെ. ഡാമിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. വയ്യയുടെ ഗ്രാമത്തിൽ. അതെ, ഡാമിലേക്ക് പോകുന്നില്ല. പക്ഷെ ചിത്രദുർഗ കയറുന്നുണ്ട്. ചിത്രദുർഗ അടിപൊളി സ്ഥലമാണ്. ഞങ്ങക്ക് ചുമ്മാ നോക്കിയപ്പോഴും ഇഷ്ടപ്പെട്ടു. കോട്ടകളാണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. നടക്കാണ്ട് 8 കിലോമീറ്റർ നടക്കാണ്ട്. അത് കുഴപ്പമില്ല, സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കാം. അതെ, ഫുള്ള് ഗ്രാമം പോലത്തെ. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഗ്രാമമാണെന്നാ മൂപ്പര് പറഞ്ഞത്. അപ്പൊ ഈ ഗ്രാമം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള സെറ്റപ്പിലാ. ആണ്ടോ, സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാ. റോഡുണ്ട്, സർവീസ് റോഡൊക്കെ ഉണ്ട്. റോഡൊക്കെ അടിപൊളി ഇവിടത്തെ. അതുപോലെ സ്ഥലങ്ങളും. ഞങ്ങളിപ്പോ ഈ ഒരു മാർഗം സ്വീകരിച്ചോ, ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് ഇങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ. ഞങ്ങൾ ഓരോ സ്ഥലത്തിലും ഓരോരുത്തരോട് സംസാരിക്കും, അവിടുത്തെ ലോക്കൽസിനോട് സംസാരിക്കും. സംഭവം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരുടെ ലാംഗ്വേജ് ഫുള്ള് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇതായതുകൊണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് പോണേന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഇന്ന അടുത്ത സ്ഥലത്ത് ഇന്ന കാണാനുണ്ട്, അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഗ്രാമം എങ്ങനെ പരിചയപ്പെടുത്തി തരും, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങൾ അതൊക്കെ കണ്ട് അതിനനുസരിച്ച് പോകും. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും. അപ്പൊ ആ സ്ഥലങ്ങൾ കാണും, അത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. അപ്പൊ വേറെ ആളെ കാണും, പരിചയപ്പെടുമ്പോ അവര് അടുത്ത ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ എങ്ങനെ ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പറഞ്ഞു തരും. ഈ സ്ഥലമൊന്നും ഗൂഗിൾ മാപ്പിലൊക്കെ കാണൂല, പക്ഷെ ഗൂഗിൾ മാപ്പിൽ നല്ല സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങള് നോക്കിയായിരുന്നു ആദ്യം ഹംപി വെച്ചു. ആ ഒരു ഹംപിയിലേക്ക് പോകുന്ന വഴിയിൽ ഈ വക സ്ഥലങ്ങളൊക്കെ നോക്കി. അപ്പൊ ഇതൊന്നും കാണിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ ആ പുള്ളി പറഞ്ഞപ്പോഴാണ് അറിയണത്. ഞങ്ങൾ ആ പുള്ളിയുടെ വണ്ടി കയറിയത് ഹൊസ്പേഡിലേക്ക് പോകാനാണ്. അത് ഹംപിക്ക് അടുത്തായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ പോയി ഹംപി വിസിറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയ ഞങ്ങള്. അപ്പൊ ഇത് അൺഎക്സ്പെക്ടഡ് ഇങ്ങോട്ടേക്കുള്ള സെറ്റപ്പ് കിട്ടി. ഇനിയിപ്പോ നേരെ ഈ സ്ഥലത്തേക്ക് പോവാണ്, ചിത്രദുർഗ. ചിത്രദുർഗയിലേക്ക് നടക്കാറുന്നു. ഗ്രാമം സൈഡ്, ഇതൊക്കെ ഗ്രാമങ്ങളാണ്. കർണാടകയിലുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് നടക്കണം. ഇപ്പൊ ഇവിടെ കവുങ്ങും തെങ്ങും തോപ്പുകളുണ്ട് ഇവിടെ കുറെ. വന്ന വഴിക്കും അതെ കുറെ കണ്ട്. ഫുള്ള് അടയ്ക്കാമരവും തെങ്ങുമാണ് ഇവിടെ കൃഷി. ഇങ്ങനെ കുറെ ഏക്കർ കണക്കിന് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രസമുണ്ടില്ല ഇവിടെ കാണാൻ. ഒരാവശ്യത്തിന്റെ പുറത്തങ്ങ് ഫുള്ളായിട്ട് നടന്നെയാ. ഒട്ടും വയ്യാണ്ടായി. ലിഫ്റ്റ് ഒന്നും കിട്ടല്ല. 8 കിലോമീറ്റർ നടക്കാണ്ടായിരുന്നു. ഒറ്റ സ്ട്രെയിറ്റ് സ്ട്രെച്ചിലേക്ക് നടന്നു. കുറെ പേരെ ഫോൺ വിളിച്ചോണ്ടിരുന്നു. പിന്നെ 5 കിലോമീറ്ററായി. ഇനി ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ ലിഫ്റ്റ് ഒന്നും കിട്ടാതെ ഭയങ്കര ശോകം. പിന്നെ ഓട്ടോക്കാരന്മാര് കൊണ്ടുവന്ന് നിർത്തിണ്ട്. പക്ഷെ അങ്ങനെ പോകാനായിട്ട് ഞങ്ങളിൽ പണ്ടുമില്ല. പൈസയും കൊടുക്കണം. അതൊരു വലിയ വിഷയം. NSC എന്ന് പറയൊരു ചെറിയൊരു സിറ്റി പോലത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അവിടേക്ക് വേഗം എത്തണം. അതിന് ക്ലോസിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ 6 മണിക്ക് മുമ്പ് അവിടെ എത്തണം. എന്നാലാണ് അവിടെ കയറാൻ പറ്റുള്ളൂ. 4:20 3 കിലോമീറ്റർ കൂടി ഉണ്ട് നടക്കാൻ. നോക്കിയിട്ട് നടക്കണം ഇനി. സ്ഥലം ഇതാണ്. ഇവിടെ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. തോന്നണ പോലെ വണ്ടി ഓടിക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്, ചെറിയൊരു ടൗൺ. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ പോകണം ചിത്രദുർഗയിലേക്ക്. ചക്ക വിൽക്കാൻ വെച്ചേക്കണോ? ചക്കിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പീസ് 5 രൂപ. ഇതെന്താ സംഭവം ഞങ്ങക്ക് മനസ്സിലാവണില്ല. ഫുള്ള് അടക്കയുടെ തൊണ്ട ഇട്ടേക്കുന്നത്. അത്യാവശ്യം കുറെ ഉണ്ട്. കുറെ മീൻസ് കുറെ. ഇവിടുന്ന് ഈ റോഡ് തീരുന്നിടം വരെ അടക്കയുടെ തൊണ്ടിട്ടിട്ട് അതിന്റെ മേളിൽ കൂടി ട്രാക്ടറിൽ വെള്ളം പമ്പ് ചെയ്തോണ്ട് പോവാണ്. മൊത്തത്തിൽ ആകെ ഒരു പേര് വൃത്തിയിട്ടവണ. ഈ സാധനം ചീനി കിടക്കണമില്ല. ഇതിന്റെ അപ്പുറം കണ്ടോ, ആ റോട്ടില് കുറച്ച് കളഞ്ഞുണ്ട്, ബാക്കി ഫുള്ളുണ്ട്. നടന്നൊരു ഉപ്പാടളകെ. ഇതിപ്പോ സ്ഥലം നല്ല അടിപൊളി സ്ഥലം, നല്ല വൃത്തിയുള്ള സ്ഥലം. അധികം ആൾക്കാരൊന്നും പുറത്ത് കാണുന്നില്ല. ഫുള്ള് എല്ലാവരും അകത്താ. കുറച്ച് കുട്ടികളൊക്കെ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. സ്കൂൾ ടൈം ആയതുകൊണ്ടാണെന്നാ തോന്നുന്നത്. പിന്നെ മൊത്തത്തിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഉള്ള വീടുകളൊക്കെയാ. ഈ ബ്രാഹ്മൺ കുടുംബത്തിന്റെ ഒക്കെ സംഭവമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാ വീടിന്റെ ഫ്രണ്ടിലായിട്ട് കോലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് നടക്കാനുണ്ട്. സ്ഥലം കാണിക്കാം. ഇത് ഇതേപോലെ സ്ഥലം ഫുള്ള്. ഇവിടെ ഞങ്ങൾ നേരത്തെ വന്ന സ്ഥലം കുറച്ചുകൂടി ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ വരാനുള്ള ആൾക്കാരുടെ ഒക്കെ നോട്ടം കണ്ടിട്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയുള്ള മനുഷ്യരാണെന്നൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാ ലെഫ്റ്റാ. ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. മൊത്തം കയറ്റാ. 500 മീറ്റർ കൂടി കഴിഞ്ഞ സ്ഥലം എത്തും. 500 മീറ്റർ കൂടി കഴിഞ്ഞാൽ സ്ഥലം എത്തും. ഫുള്ള് കയറ്റം അങ്ങനെയൊക്കെ ഇതായോണ്ടാ. അപ്പൊ വലിയ കാറ്റില്ലാത്തോണ്ട് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. സ്ഥലത്തെത്തി. എന്ത് ബാഗൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ കയറ്റിയ. ഫുള്ള് തുറന്നു വയ്ക്കുക. അപ്പൊ അവർക്ക്
നല്ല അടിപൊളി സ്ഥലം, വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ, നല്ല ക്ലീൻ. ഗൈഡ് വേണമെന്ന് വെച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞു. കണ്ടത് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങൾ, കോട്ട. ചിത്രദുർഗ എന്ന് പറയുന്ന ജില്ലയിലെ ചിത്രദുർഗ എന്ന് തന്നെ പറയുന്ന കോട്ടയാണിത്. ഈ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് ഈ കോട്ടയ്ക്ക്. ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം ചിത്രദുർഗ എന്ന് പറയുന്ന ഈ കോട്ടയുടെ പേര് കൊണ്ട് തന്നെയാണെന്നാണ് ഇവിടെ ഒരു ഗൈഡ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കേട്ടത്. 15-ാം നൂറ്റാണ്ടില് ആണ് ഇതിന്റെ യഥാർത്ഥ പണി കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയത്. 10-ാം നൂറ്റാണ്ടിലാണ് ആദ്യ പണി തുടങ്ങിയത്. അത് ശരിക്കും പറഞ്ഞാൽ ചാലുക്യരാണ് ഇതിന്റെ പണി തുടങ്ങിയത്, ഈ കോട്ടയുടെ പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം 15-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ നായകരായ ഭരണാധികാരികൾ ഈ കോട്ട വികസിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും മതകരി നായകൻ കാലത്താണ് ഇതിനെ വികസിപ്പിച്ച് ഇത്രയാക്കിയത്. ഹൈദരാലിയുടെ ആക്രമണം കൊണ്ട് കോട്ടയുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ഈ കോട്ട കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തില്, യുദ്ധകാലഘട്ടത്തില് തുടർച്ചയായി 15ഓളം ആക്രമണങ്ങൾ നടന്നിട്ടും ഇതിന്റെ ചെറു ഭാഗങ്ങൾ മാത്രം ആണ് നശിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഈ കോട്ടയുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 35 രഹസ്യ വഴികൾ ഉണ്ടെന്നാണ് ഗൈഡ് പറയുന്നത്. ഈ ഗൈഡിന്റെ പിന്നാലെ പോകാൻ നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയാണ് കേട്ടോ. ഗൈഡ് പറഞ്ഞ ഇവിടെ 35 രഹസ്യ വഴികളുണ്ട്. അത് ഇതുവരെ എന്താ പറയുക, ഫുള്ളായിട്ട് കുറച്ചൊക്കെ ഇവിടെയുള്ള ഗൈഡിനെ അറിയാം, ബാക്കിയുള്ളതൊന്നും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റോ മറ്റു ആൾക്കാരോ പുറത്തു വിട്ടിട്ടില്ല. അതിന്റെ കാര്യങ്ങളൊന്നും പ്രത്യേകമായ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് വരികയാണെന്നാണ് പറയുന്നത്. പിന്നെ 4 കാണാനാകാത്ത പാതകൾ ഉണ്ടെന്ന് പറയുന്നത്, വഴികൾ കാണാനാകാത്ത പാതകൾ. അത് ഇതിന്റെ പല പല ഭാഗത്തുനിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ വാതിലുകളുണ്ട്. 7 മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ കോട്ട. ഈ കോട്ടയുടെ 7 മതിലുകളും 7 രൂപത്തിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധസമയങ്ങളിൽ ആൾക്കാർക്ക് ആക്രമണങ്ങൾ നടത്താൻ നേരത്ത് 7 മതിലുകളെയും വ്യത്യസ്തമായ രീതിയിലാണ് ആക്രമണം നടത്തേണ്ടത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇതിലേക്ക് വരുന്ന ഉള്ളിലേക്ക് ആക്രമണത്തിനായിട്ട് ആൾക്കാർക്ക് കയറിപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ഇവിടുത്തെ രാജാക്കന്മാര് ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇതിനുള്ളിൽ പണിതിട്ടുണ്ട്. കൂടുതലും ശിവക്ഷേത്രങ്ങളും മറ്റുമാണ് ഇതിനുള്ളിലായിട്ട് കാണപ്പെടുന്നത്. ഹിംബിദേശ്വര ക്ഷേത്രം, ഏകനാഥേശ്വരി ക്ഷേത്രം, ഒബ്ബയുടെ കിന്തി എന്നൊക്കെയാണ്. ഈ ഒബ്ബയുടെ കിന്തി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒബ്ബവ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു യുദ്ധാക്രമണ കാലത്ത് ആ സ്ത്രീ ഒറ്റയ്ക്ക് ആളുടെ കയ്യിൽ കിട്ടിയ ഒരു ഒലക്ക കൊണ്ട് അന്ന് ഒരുപാട് സൈനികരെ തടഞ്ഞു നിർത്തുകയും അവസാനം വധിക്കപ്പെടുകയുമായിരുന്നു ചെയ്തത്. അതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഒബ്ബയുടെ കിന്തി എന്ന് ഇവർ പറയുന്നത്. ആളെ ഒരു പ്രത്യേകമായ വീരസാഹസികമായിട്ട്, എന്താ പറയുക, ഒരു സിംഗപ്പൊണ്ണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിനായിട്ട് പറയുന്നത്. ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കിണർ പോലത്തെ സംഭവമുണ്ട്, കിണറായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കെട്ടിയെടുത്ത കുളങ്ങൾ പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ ഏറ്റവും മുകൾ ഭാഗം വരെ ഓരോ ജലലഭ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. കിണറും കുളവും മറ്റ് സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. കർണാടകയിലെ കുറേ സിനിമകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. KGF ഫസ്റ്റ് പാർട്ടിന്റെ എന്തൊക്കെയോ ഷൂട്ടിംഗ് ഇവിടെ നടന്നു എന്നാണ് ഇവിടെയുള്ള പോലീസുകാരൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോഴും എക്സ്കവേഷൻസും കാര്യങ്ങൾക്കും ആയിട്ട് എന്തോ ചെയ്യാനായിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ ഇനിയും കണ്ടെടുക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ കാറ്റൊരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പൊ ഫുള്ളായിട്ട് ഒന്നുകൂടി ചുറ്റി കാണണം. അവിടെയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ. ചെറിയ തണുപ്പായി തുടങ്ങി. പയ്യെ ഇനി എവിടെയെങ്കിലും ടെന്റ് അടിക്കണം. ഞങ്ങൾ മേളിലൊരു സെക്യൂരിറ്റി ആയിട്ട് സംസാരിച്ചു. അപ്പൊ ആളിവിടെ അടുത്തൊരു അമ്പലം ഉണ്ട്, അവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ താമസിച്ചു എന്നുള്ളൊരു ചോദിച്ചു നോക്കണമെന്നാണ് പറഞ്ഞത്. ചോദിച്ചു നോക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആൾ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു, പറ്റുമെങ്കിൽ. കാരണം എന്നിട്ട് ആള് പറഞ്ഞ ഭൂതത്തിനെ പേടിയുണ്ടോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഭൂതം? ഹിന്ദിക്കാരനാ പുള്ളി. എന്നിട്ട് അങ്ങനെയൊക്കെയാ പറഞ്ഞത്. പുള്ളി ഒരു ഓഫീസറാണ്. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ച ചോദ്യം, ഭൂതത്തിനൊക്കെ പേടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടന്നു, അവിടെ അങ്ങനെ എന്തൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാ പുള്ളി പറഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടെ, പോയി നോക്കണം. അവിടെ എന്തായാലും തോക്കിയല്ല തോന്നി കഴിഞ്ഞാൽ പോരാ. ഞങ്ങള് ഇവിടെ കേറാൻ നേരത്ത് വലിയ സീനൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇവനിപ്പ തൊട വേനെടുക്കണ്ട്, ഷോൾഡർ നല്ല വെയിനുണ്ട്,
രണ്ടുപേരും ഇവിടെ കൊറേ നടക്കാണ്ടാന്ന്. ഈ മല പോലത്തെ സ്ഥലമായോണ്ട് കേറി 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 കിടന്ന് കേറി കേറി മേളിലോട്ട് കേറി കാണുന്നോണ്ട് കേറിയതും നല്ല സ്ഥലമായിരുന്നു. സംഭവം അടിപൊളിയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു കവർ സമയം കഴിഞ്ഞു. ഇപ്പൊ സമയം കഴിഞ്ഞു. 2 മണിക്കൂറൊന്നും പോരാ. വരാണ് ഞങ്ങൾ ഇറക്കി വിടാനുള്ള സെറ്റപ്പാ. ഇറങ്ങാം. ഞങ്ങൾക്കിനി ഇവിടെ നിന്ന് ഞങ്ങൾ നിന്നോടത്ത് സ്റ്റേ ചെയ്യാനായിട്ട് അവിടെ ഉള്ള ഇവിടെ ഒരു മന്ദിരമുണ്ട്, ദുർഗാ മന്ദിരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞേ. റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ രാവിലെ അവിടെ നിന്ന് പോവാനും എളുപ്പമുണ്ടാവും. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. അതാണ് പ്രശ്നം. എന്തായാലും പോണം. പോയിട്ട് ഇനി ബാക്കി നടന്നവിടെ പോണം. ലിഫ്റ്റ് ഒന്നും കിട്ടണില്ല. അവിടെ ഫുഡ് ഉണ്ടെന്നാ പറയുന്നത്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പോയി നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ സെറ്റ് ചെയ്യണം. പോകുന്ന വഴിക്ക് മുഴുവൻ വഴിയോര കച്ചവടക്കാരും അങ്ങനെയൊക്കെ ഉണ്ട്. കുറേയൊക്കെ ചെറിയൊരു സിറ്റി പോലത്തെ ഒരു സ്ഥലമാണ് കർണാടകയിൽ ഉള്ളിലോട്ടായിട്ട്. ഇവിടെ കുറേ കച്ചവടക്കാർ റോഡ് സൈഡിൽ നിന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് അടുത്ത്. അവസാനം മന്ദിരം എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോ ഉള്ളിൽ ചെന്നിട്ട് രജിസ്ട്രേഷൻ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. ഉള്ളിൽ ചെന്നിട്ട് തിരിയാനാ പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം കുറെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. എങ്ങനെ സേഫ് ആണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് കേറി നോക്കണം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ വീണ്ടും പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷ. കിടക്കാനും പറ്റില്ല. രാവിലെ വരെ ഒരാൾ ഉറങ്ങുക, ഒരാൾ എണീക്കുക. ആ ഒരു മെത്തേഡ് അനുസരിച്ച് എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് ഇവിടെ നിന്ന് ഹംപിയിലേക്ക് പോകണം. ഈ ട്രാവലിങ്ങിൽ ഏറ്റവും വലിയ പ്രശ്നം സ്റ്റേ ചെയ്യാം. അതെന്തോരം സേഫ് ആയിരിക്കുമോ അല്ലയോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ നടന്നതിൽ ഇന്നാണ് ശരിക്കും എക്സോസ്റ്റ് ആയത്. ഒട്ടും വയ്യ. हॉस्टल फ्री में? हाँ, मंदिर का एजुकेशन फ्री। हाँ, और सब बच्चे के लिए। हाँ, फूड टाइम 8:30. अब नहीं चलेगा. स्टेट जाएगा ना वहाँ. अच्छा स्टैंड में स्टेट चलेगा. उधर एक अनुभव मंडप बोल के रहता है, ग्राउंड फ्लोर में. थैंक्स. ഞങ്ങൾ ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ട്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ട്രാവൽ ചെയ്തു തന്നെ വരാന്ന് പറഞ്ഞ് ഇവിടെ ഇത് മനുഷ്യന്മാരാണ് കേട്ടോ. ഇത് ചെയ്യുന്നത് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അവര് പറഞ്ഞു ഇവിടെ ഫ്രീ ആയിട്ട് പിള്ളേര്, മറ്റേ ഈ പാവപ്പെട്ട പിള്ളേരെയും അല്ലാത്ത ഈ അനാഥരായ പിള്ളേരെ, അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി കുട്ടികളെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ. എല്ലാവർക്കും എഡ്യൂക്കേഷനും എല്ലാം ഫ്രീ ആന്ന് പറഞ്ഞു. അപ്പൊ ഇവര് റൂം പൈസക്ക് കൊടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പഠനത്തിനും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റൂം പൈസക്ക് കൊടുക്കണേ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ പൈസ കുറവാണ് അങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് മറ്റേ 400 രൂപയുടെ റൂമാണ് ഇവിടെ ഉള്ളത്. അത് 300 രൂപയ്ക്ക് തരാം, നിങ്ങൾ സ്റ്റേ ചെയ്തു. പിന്നെ ഇത് അല്ലാണ്ട് വേറെ റൂം കിട്ടും, ഡോർമെട്രി പോലെ കിട്ടും. പക്ഷെ ഇവർക്ക് ഒരു ഡൊണേഷൻ പോലെ എന്തെങ്കിലും സഹായിക്കാമോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ പൈസ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു റൂം എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അങ്ങനെ റൂം അവര് തന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ആണെന്നാണ് പറഞ്ഞത്. പോയി നോക്കിയിട്ട് ഇതാക്കണം. പിന്നെ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരലൊന്നും ഇല്ല. അവര് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ പോയി ഇത് കണ്ടുപിടിക്കണം. അതെന്തായാലും പോയി നോക്കട്ടെ. ഇനി പിന്നെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് ഭക്ഷണം ഉണ്ട് ഇവിടെ. ആര് വന്നാലും എപ്പോ വന്നാലും ഭക്ഷണം, എപ്പോ വന്നാലും എല്ലാ സമയമുണ്ട്. ആ സമയത്ത് വന്നാലും ഭക്ഷണം കിട്ടും. ഞങ്ങള് മന്ദിറിന്റെ ഉള്ളിൽ കയറി സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഫുഡ് കഴിക്കണതിൻ്റെ അവിടെ വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ അവർ ഞങ്ങളൊന്ന് ചെറുതായിട്ട് കോൾ ചെയ്യാൻ ഫോൺ എടുത്തപ്പോഴത്തേക്കും ഫോൺ മാറ്റാന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അവരുടെ ഭാഷ ഞങ്ങൾക്ക് പറയണം മനസ്സിലാവും. നമുക്ക് പിന്നെ തിരിച്ചൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ഓക്കെ എന്നുള്ള സെറ്റപ്പിൽ ഫോൺ മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് ചോറും സാമ്പാറും ആയിരുന്നു. നാട്ടിലത്തെ പോലത്തെ സാമ്പാറല്ല, വ്യത്യാസം ഉണ്ടായി. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് സ്വർഗം കഴിച്ചു. റൂം പോലത്തെ സ്ഥലമാണ്, ഡോർമെട്രി പോലെയാണ്. ഇത് 2-3 ബെഡ് കൂടി ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് വേറെ. അതുകൊണ്ട് ഫണ്ട് അത്രയും ലാഭമായി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ അവിടെ കിടക്കണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ പറയാ,
ഈ മന്ദിർ പോലത്തെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രയും ലാഭമാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി. യാത്രകൾ വന്നവർക്ക് ആണെങ്കിൽ മന്ദിരൊക്കെ ലാഭമാണ്. ഇവിടെ ആകുമ്പോ എപ്പോഴും ഫ്രീ ആയിട്ട് ഫുഡും കിട്ടും 3 നേരം, പിന്നെ സ്റ്റേ ഇതുപോലെ ഫ്രീ ആയിട്ടും കിട്ടും. അല്ലാണ്ട് സ്റ്റേക്ക് ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അധികം പൈസ ചെലവൊന്നുമില്ല സ്റ്റേക്കും കാര്യങ്ങൾക്കൊന്നും. പിന്നെ ഇവിടെ അത് ഈ സ്റ്റേ ഇവര് നടത്തണത് തന്നെ ഇവിടുത്തെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങളാ. അനാഥാലയം പോലെ ഒരു സ്ഥലമാണിത്. അനാഥാലയം പാവപ്പെട്ട കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം അങ്ങനെ അതൊക്കെ നോക്കണ സ്ഥലമാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ നാളെ രാവിലെ ഇതിന്റെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കണം. അവര് നമ്മളെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതിന്റെ വീഡിയോ ഒന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോ ചുമ്മാ ഒന്ന് എടുത്തേക്കാന്ന് കരുതി. കാണിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ്, പച്ചപ്പും ഹരിതാപവും സെറ്റപ്പാണ്. അടിപൊളിയാണ് സ്ഥലം, അടിപൊളിയാണ്, നല്ല വൃത്തിയുണ്ട്. ഇതുപോലെ ഈ കർണാടക ഭാഗത്ത് ഈ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൊസ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലം അതിന്റെ അടുത്തായിട്ടാണ്. അവിടെയൊക്കെ വന്ന് ഇതുപോലെ എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഹംപിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എളുപ്പാ. ഹംപിന്ന് അല്ല 100 കിലോമീറ്റർ ഉണ്ട്. 150 കിലോമീറ്റർ ബൈക്കിലൊക്കെ വരുന്നവർക്ക് ഓക്കെ. ഹംപിയില് വന്ന ഇവിടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം എന്തായാലും കാണണം. രാവിലെ പോയ ആ സ്ഥലം അടിപൊളിയാണ്. രാവിലെ വൈകിട്ട് ആ സ്ഥലം അടിപൊളിയാ. കിണ്ണം കഴിച്ച ഈ റൈഡേഴ്സിന് പറ്റിയ സ്ഥലം, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ റേഞ്ച് ഉണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ ആ ഭാഗം എന്താ പറയാ കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. കാറ്റെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാറ്റും വേറെ സൗണ്ട് പൊല്യൂഷനും ഇല്ല. സൗണ്ട് ആകെ നമുക്ക് കേൾക്കുന്നത് മയില് കരയുന്നതും കിളികള് കരയുന്നതും. വേറെ ഒരു ഒറ്റ അവിടെ ഇല്ല. ആൾക്കാർ സംസാരിക്കണ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റൂല, കാരണം കാറ്റ് അതേപോലെയാണ്. പക്ഷെ ബാക്കിയുള്ളതിന്റെ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു പ്രത്യേക മാജിക് പോലത്തെ ഒരു സംഭവം. അവിടെ പോയി ഇരിക്കുക, ഉറങ്ങുക. ഞങ്ങള് ചെല്ലാൻ നേരത്ത് അമ്മച്ചിമാരൊക്കെ ആ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന്റെ ഉള്ളില് ആൾക്ക് 20 രൂപ വെച്ച് ടിക്കറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ പോവാൻ നേരത്ത് മാക്സിമം വേസ്റ്റും കാര്യങ്ങളൊന്നും ഇതാക്കാതിരിക്കുക. ഞങ്ങൾക്ക് ഇതുവരെ മീൻസ് നാട്ടിൽ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ പോകാൻ നേരത്ത് ഈ ആൾക്കാർ കണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് അതിനുള്ളിൽ കയറും. പാൻപരാഗ് മസാല അങ്ങനെയുള്ള സിഗരറ്റ് വരെ, അല്ലെങ്കിൽ ഒരു ബീഡി കഷ്ണമെങ്കിലും കൊണ്ട് കയറുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഞങ്ങൾ പോവാൻ നേരത്ത് ഞങ്ങൾ ടിക്കറ്റിന്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഒരു ബായിക്കാരൻ, 2 ബായിക്കാരൻ, ആ ബായിക്കാരൻ വരാൻ നേരത്ത് അയാൾ ഓൺലൈനായിട്ട് ഈ ടിക്കറ്റ് ഒക്കെ എടുത്തു കൊടുക്കാൻ സഹായിച്ചത് ആ സെക്യൂരിറ്റിക്കാരനാണ്. ആ പുള്ളി നല്ല മാന്യനാണ് കേട്ടോ. ആ സെക്യൂരിറ്റിക്കാരൻ ഇതൊക്കെ ആക്കി എന്നിട്ട് ഈ ബായിക്കാരൻ അങ്ങോട്ടേക്ക് ഒന്ന് നടന്നിട്ട് അവിടെ തുപ്പിയേക്കുക. തുപ്പി മീൻസ് മറ്റേ പാക്ക് ചവച്ചിട്ട് അവിടെ തുപ്പി. ഈ പുള്ളിക്ക് നല്ല പൊളിഞ്ഞു. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ആ ബായിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അത് നീ തൂത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവനെ കൊണ്ട് തുടപ്പിച്ചു അത്. അപ്പൊ ആദ്യം ഞാൻ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായ അവരത്രയും ക്ലീൻ ആയിട്ട് നോക്കണ സ്ഥലം. അവിടെ ഒരു വൃത്തികേടായിട്ടൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലത്ത് വെള്ളം കുപ്പി കിടക്കുന്നുണ്ട്. അതും വെള്ളത്തിന്റെ ഇതുള്ളിടത്ത് മാത്രം. ബാക്കി എല്ലായിടത്തുനിന്നും ഡെയിലി കളക്ഷനായിട്ട് ഇവര് തന്നെ ഒരാളെ വെച്ച് വെള്ളം കുപ്പി എല്ലാം എടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി കളക്ഷനായിട്ട്. അത്രയും ക്ലീൻ ആയിട്ട് നോക്കണ സ്ഥലം. ഞങ്ങൾ ചെല്ലാൻ നേരത്ത് ഇത്രയും വലിയ ബാഗ് ആയിരുന്നിട്ട് ഒരു ഫുള്ള് അവര് നോക്കി. ബാഗ് ഫുള്ള് അവര് നോക്കിയിട്ട് ഞങ്ങൾ ക്യാമറ ഡ്രോൺ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫോണില് നിങ്ങൾ വീഡിയോ എടുത്തോളാനായിട്ട് സെൽഫി സ്റ്റിക്ക്, ജിംബൽ, ഇത് 3 യൂസ് ചെയ്തെന്ന് അവര് പറഞ്ഞായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ കേട്ടു. വീഡിയോ എടുത്തു കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ബായിക്കാരന്മാർ 2 ഉള്ളിൽ കയറാൻ നേരത്തുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് സിഗരറ്റ്, ബീഡി, പാൻപരാഗ്, പാക്ക് 4 സാധനം അവന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് അവനോട് ആ സാധനം കളയാൻ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്താ കളയൂല. കളഞ്ഞില്ലേ കയറണ്ട, നീ കളഞ്ഞില്ലേ കയറണ്ട, ആ ഒരൊറ്റ മൂഡ്. അതുപോലെ പുള്ളി അവിടെ നിൽക്കുന്ന അത്രയും പേരെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് അത് അത്രയും വൃത്തിയായിട്ടിരിക്കുന്നത്. വേറൊരു സ്ഥലത്ത് അത്രയും വൃത്തിയൊന്നും ഞാൻ കണ്ടുള്ള നല്ല വൃത്തിക്ക് ഇരിക്കുന്ന സ്ഥലം. ഇനിയിപ്പോ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ തന്നെ, അങ്ങോട്ടേക്കെന്നല്ല എങ്ങിട്ട് പോവുകയാണെങ്കിലും നമ്മുടെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ആൾ കഴിയുമ്പോൾ നശിക്കും. അത് നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ആ മര്യാദയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളേക്കുള്ള പിള്ളേർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ചരിത്രം, ഇതൊക്കെയായിരുന്നു നമ്മുടെ നാടിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നശിപ്പിക്കണം എന്ന് വിചാരിച്ച് പോണവന്മാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേണ്ടവർ വേണ്ടതുപോലെ നോക്കി ചെയ്യുക.
സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഗ്രാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും അടിപൊളി ഗ്രാമം. ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് കയറി ചുറ്റിക്കറങ്ങി പോയായിരുന്നു മാപ്പിന്റെ പ്രശ്നം കാരണം. പക്ഷെ എന്നാലും ആ സ്ഥലം നല്ല വൃത്തിയായിരുന്നു. ഞങ്ങൾ അത്രയും നടന്നിട്ട് തമിഴ്നാടും മറ്റേ ഈ ബാംഗ്ലൂരൊക്കെ കയറി വന്നാലും ആ മെട്രോ സിറ്റിയൊക്കെ പിന്നെ ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ഇത്രയും ഉള്ളിലായിട്ട് ഒരു ഗ്രാമപ്രദേശം, പക്ഷെ അവര് ഭയങ്കര ക്ലീൻ. എല്ലാവരും എല്ലാ വീടിന്റെ മുന്നിൽ കോലം, ഒരു പ്രത്യേക വൈബ്, എല്ലാരും നല്ല ക്ലീൻ ആക്കിയിട്ട്. പക്ഷെ ആൾക്കാരൊക്കെ ഞങ്ങളെ കണ്ടിട്ട് എന്ത് ഈതവന്മാരെ മറ്റേ അന്യഗ്രഹി. കാരണം ഈ സ്ഥലം അധികം പോപ്പുലറും കാര്യങ്ങളല്ല, ഇവിടെ അടുത്തുള്ളവര് മാത്രമേ ഇവിടെ വന്നോളൂ. ഞങ്ങള് ചെല്ലാൻ നേരത്ത് ഇവിടെ വരാൻ നേരത്തും ഒക്കെ ആൾക്കാർ ഞങ്ങളെ നോക്കണം. ഈ മടക്കെട്ടുള്ള ബാഗും എല്ലാം കൂടി ചുമന്നുകൊണ്ട് ഈ പിള്ളേർക്ക് പ്രാന്താണോ എന്നുള്ള സെറ്റപ്പില്. സ്ഥലമൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഇന്ന് തൊട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങള് ട്രിപ്പിന്റെ ഒരു മൂഡിലേക്ക് വന്നത്. മാപ്പ് പക്കയായിട്ട് വർക്കിംഗ് അല്ല, നെറ്റ് മര്യാദക്ക് കിട്ടിയില്ല. പിന്നെ നടന്നെന്ന് വെച്ചാ നല്ല രീതിക്ക് നടന്നു. രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് നടന്നു ഇവിടെ എത്താനായിട്ട്. അത് കാണാൻ വേണ്ടിട്ട് നടക്കേണ്ടി വന്നു. പക്ഷെ അതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് വന്നേ വെറുത്താണ്. ഞങ്ങൾക്ക് അവിടെ വരണ്ടല്ലോ. ഞാൻ ഇവന്റെ അടുത്ത് പറയും, ഇത് എന്റെ ഐഡിയ ആയതുകൊണ്ട്, എന്റെ ഐഡിയ ആയിരുന്നു നീ നിനക്ക് എന്നെ കുറ്റം പറയാം, നിന്റെ ഐഡിയ ആയിരുന്നു എനിക്ക് നിന്റെ കുറ്റം പറയാം. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ആ സ്ഥലം അത്രയും വൃത്തിയായിരുന്നു, ഒരു സമാധാനമായിട്ടുള്ള സ്ഥലം. അതാണ് കാര്യം. ഹംപിയിലെങ്ങാനും ബൈക്കിൽ പോണ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടുനോക്ക്. അല്ലെങ്കിൽ ബൈക്കല്ല എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾ ആ സ്ഥലം പോയി കണ്ടുനോക്ക്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, വൃത്തിയായിട്ട് നോക്കുക, അത് മാത്രമേ ഉള്ളൂ. ഒരു പണ്ടത്തെ ഒരു കോട്ടയിലെ അമ്പലങ്ങൾ, കുറെ അമ്പലങ്ങളും കാര്യങ്ങളും. അതിന്റെ ഉള്ളിൽ തന്നെ 10ഓളം അമ്പലങ്ങളുണ്ട്. ആ ഒരു രീതിയിൽ ഉള്ളതാണ്. അതിന്റെ ഹിസ്റ്ററി ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ഞങ്ങൾ അത് നോക്കിയതിന് ശേഷം വേറൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ പോകാൻ നേരത്ത് കുറച്ചധികം ലോങ് ആയിപ്പോയി. അപ്പൊ അതിൻ്റെതായിട്ടൊരു വീഡിയോ എടുക്കണം. സമയപരിധി ഉണ്ടാവും. പിന്നെ കാണാൻ നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ആകെ കുറച്ച് പേരെ കാണുള്ളൂ. ആ കുറച്ച് പേരെന്തിനാ ഞങ്ങൾ വെറുപ്പിക്കണം, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോയിൽ സെറ്റ് ആയിട്ട് ഈ സ്ഥലമൊക്കെ ഫുള്ളൊന്ന് കാണിച്ചു തരാം. നാളെ എന്നിട്ട് ഹംപിയില്, ഇന്ന് രാവിലെ ഹംപിന്ന് പറഞ്ഞിറങ്ങിയത് ഇവിടെ എത്തി. നാളെ ഹംപിന്ന് പറയുന്നുണ്ടെങ്കിലും ഉറപ്പൊന്നും വിചാരിക്കരുത്. പോകുന്ന വഴിക്ക് വേറെ എന്തൊക്കെയോ കാണിച്ചുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണമെന്ന്. കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോകും, അതൊക്കെ കാണും. ഇങ്ങനെ പോകും. ആൾക്കാരൊക്കെ ചോദിക്കണം ഭ്രാന്തുണ്ടോ നടക്കാൻ നിർത്തി, ഇവിടെ വരാൻ നിർത്തി ഇങ്ങനെ നടന്നു വന്നു ഇങ്ങനെ. അത് സാധന അത് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അതെ, നല്ല രസമുണ്ട്. അവിടെ കാലിന് നല്ല രസമുണ്ട്, നടന്ന് ഇന്ന് രാവിലെ മുതൽ നടക്കണേ. കുറെ നടന്നു, ഇന്നൊരു 20 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കാല് നല്ല വേദനയുണ്ട്. കുഴപ്പമില്ല, എന്നാലും നടന്നതിനൊക്കെ ഒരു ഉപയോഗം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അതെ, കുറെ ആൾക്കാരെ കാണാൻ പറ്റി, കുറെ പേരോട് സംസാരിച്ച്, കുറെ പേരോട് സംസാരിക്കാൻ പറ്റണയാണ് നല്ല കാര്യം. കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ അവരുടെ ഭാഷ ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ അന്യ ഭാഷ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അതീ പിടിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായാൽ മതി. ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ അവരോട് സംസാരിക്കും, അവര് ഞങ്ങളോട് എങ്ങനെയെങ്കിലൊക്കെ സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല. എന്തായാലും കുഴപ്പമില്ല, നല്ലായിരുന്നു സ്ഥലമൊക്കെ. ഓക്കെ, ബൈ.